ആക്രമണം ഉണ്ടായ 3 ദിവസത്തിന് ശേഷം UN സുരക്ഷാ കൗൺസിൽ പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ഈ പത്രക്കുറിപ്പിൽ ഈ പറയുന്നത് പോലെ TRFനോ പഹൽഗാമിനെയോ കുറിച്ചുള്ള പരാമർശം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. UN സ്ഥിരാംഗം അല്ലാതിരുന്നിട്ടും പാകിസ്ഥാന് ഈ ഒരു പരാമർശം തടയാനായിട്ട് പാകിസ്ഥാൻ അതുകൊണ്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട്. പ്രസ്താവനയിൽ TRFനെ കുറിച്ചുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പരാമർശം രാജ്യം നീക്കം ചെയ്തതായിട്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ അവകാശപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സത്യത്തിൽ വളരെ സന്തോഷം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്ക് മാത്രമാണ് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. UN അംഗീകരിക്കാം, ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയാം ആരാണ് തീവ്രവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമെന്നുള്ള കാര്യത്തിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്തൊരു കാര്യം ഒന്ന് നിരീക്ഷിച്ചു നോക്കാം. ഇന്ത്യ ആദ്യം ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് പോകുമ്പോൾ UN പറഞ്ഞത് ഇത് ചർച്ച ചെയ്യണം, പ്രശ്നത്തിലേക്ക് പോകരുത്, ഇന്ത്യ ഒന്ന് സൈഡ് ലൈൻ ചെയ്തുകൊണ്ടാണ് UN ആദ്യം പറഞ്ഞത്. പാകിസ്ഥാനെ കുറ്റപ്പെടുത്താത്ത രീതിയിലാണ് സംസാരിച്ചതെല്ലാം തന്നെ.